കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ ബഹളം. ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ CN വിജയകുമാരിയെ പുറത്താക്കുക എന്നാവശ്യപ്പെട്ടാണ് ഇടത് അംഗങ്ങളുടെ പ്രതിഷേധം. ഡീൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക എന്ന പ്ലക്കാർഡ് ഉയർത്തി ഇടത് സെനറ്റ് അംഗങ്ങൾ. അനാവശ്യമായ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ അജണ്ടയിലേക്ക് കടക്കാൻ സമ്മതിക്കാത്തൊരു സാഹചര്യമാണ്. ഡോക്ടർ CN വിജയകുമാരി എന്ന ഡീൻ ആയിട്ടുള്ള അധ്യാപികയുടെ പേരിലൊരു വ്യാജ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിന്റെ പേരിൽ ടീച്ചറെ യോഗത്തിൽ നിന്ന് ഇറക്കി വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹളം ഉന്നയിക്കുകയാണ്. അജണ്ടയിൽ ഇല്ലാത്ത ഒരു ഐറ്റമാണത്. തീർത്തും അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ്. വിജയകുമാർ ടീച്ചർക്കെതിരെ ദളിത് പീഡനമാണ്. 15 വർഷമായിട്ട് ടീച്ചർ ദളിത് പീഡനം നടത്തുന്നുവെന്നാണ് ഈ പരാതി. 4-5 മാസമായിട്ട് പെൻഡിങ് ആയിട്ടുള്ള ഫയലുകൾ പലതും കിടപ്പുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇന്നത്തെ സെനറ്റ് മീറ്റിംഗിൽ നിരവധി ചോദ്യങ്ങളുണ്ട്. എങ്ങനെ AKG സെന്ററിന് 15 സെന്റ് സ്ഥലം പോയിട്ട് 40 സെന്റോളം സ്ഥലം AKG സെന്ററിന് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം കയ്യേറി വെച്ചിരിക്കുന്നതിനുള്ള ചോദ്യം വരെ ഇതിനകത്തുണ്ട്. ഇതൊന്നും ചോദിക്കാൻ, കാരണം ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുന്നുള്ള ഒരു ഇതാണുള്ളത്. ഈ ചോദ്യങ്ങൾ പല ചോദ്യങ്ങൾക്കും ഉത്തരവില്ല. അപ്പൊ ഉത്തരം മുട്ടുമ്പോൾ ഇതാണ് അവസ്ഥ. ഇന്ദുലേഖ രേണു നമുക്കിപ്പം തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇന്ദു, CN വിജയകുമാരിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിനെതിരെ ഹൈക്കോടതിയെ വിജയകുമാരി സമീപിച്ചിട്ടുമുണ്ട്. ഇന്നിപ്പോൾ ഈ സെനറ്റിന്റെ യോഗം അത് നടന്നോ? പൂർത്തിയാക്കാൻ കഴിഞ്ഞോ? ആര്യ, അല്പം മുമ്പായിരുന്നു കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗം നടന്നുകൊണ്ടിരുന്നത്. ഈ യോഗത്തിൽ വെച്ചാണ് വലിയ തരത്തിലൊരു ബഹളം നടന്നത്. ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ CN വിജയകുമാരിയെ പുറത്താക്കുക എന്നാവശ്യപ്പെട്ട് ഇടത് അംഗങ്ങളായിരുന്നു പ്രതിഷേധിച്ചത്. മാത്രമല്ല, ഡീൻ സ്ഥാനത്ത് നിന്നും ഈ യോഗത്തിൽ നിന്നും പുറത്താക്കണം. കാരണം ഇന്ന് ഈ ആരോപണം നേരിടുന്ന വിജയകുമാരി സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പം അവിടെ നിന്നും ഇവരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഇവർ യോഗത്തിനിടയിൽ പ്രതിഷേധിച്ചത്. മാത്രമല്ല, പ്ലക്കാർഡുകൾ ഉയർത്തി വിജയകുമാരിയെ പുറത്താക്കുക എന്ന് എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു ഇവരുടെ പ്രതിഷേധം. ഇടത് അംഗങ്ങൾക്കെതിരെ അതേസമയം തന്നെ BJP പ്രതിഷേധിച്ചു. വിജയകുമാരിയെ മുഴുവൻ രീതിയിലും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു BJP അംഗങ്ങളുടെ നിലപാട്. വിജയകുമാരി യാതൊരു തരത്തിലുള്ള ജാതി അധിക്ഷേപവും നടത്തിയിട്ടില്ല. അവർക്കെതിരെ നടക്കുന്നത് വളരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് എന്നുള്ള രീതിയിലാണ് BJP അംഗങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ ശബ്ദമുയർന്നത്. ഇവർ പുറത്തു വന്നു നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ BJP അംഗങ്ങൾ പുറത്തു വന്നു നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു SFI പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇവിടെ നിന്ന് അവർക്കെതിരെ ആക്രോശിക്കുകയും അതുപോലെ തന്നെ ഭീഷണി മുഴക്കുകയും ചെയ്തു. ജാതി അധിക്ഷേപം അവർ നടത്തി അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ അല്ലെങ്കിൽ ഇനിയും ആരെങ്കിലും ജാതി അധിക്ഷേപം നടത്തിയാൽ അവരെ തല്ലും. ആ ഒരു രീതിയിലായിരുന്നു SFIക്കാരുടെ മറുപടി. ആര്യ.